വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽ കൊള്ള. പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ ഈടാക്കുന്നത് കഴുത്തറുപ്പൻ ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകും. ജൂലൈ 19 തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ ബൈക്ക് വെച്ച് 21 എടുത്ത ഒരു യാത്രക്കാരിൽ നിന്നും 845 രൂപയാണ് പാർക്കിംഗ് ഫീ ആയി ഈടാക്കിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് നിരക്ക് മെയ് ജൂൺ മാസങ്ങളിൽ 2 ഘട്ടമായി അമിതമായി വർദ്ധിപ്പിച്ചിരുന്നു. വാഹന പാർക്കിങ്ങിന് കൂടുതലായി ഒരു സൗകര്യവും നൽകാതെ പ്രീമിയം എന്ന പേരിൽ വൻ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. അനേക വർഷങ്ങളായി തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന്റെ എതിർവശത്ത് ഇരുചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കും മിതമായ നിരക്കിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പ്രീമിയം പാർക്കിംഗ് എന്ന ബോർഡ് സ്ഥാപിച്ച് കഴുത്തറപ്പൻ നിരക്കാണ് ഈടാക്കുന്നത്. പ്രതിഷേധ സൂചകമായി യാത്രക്കാർ ഈ ബോർഡ് കീറി മുറിച്ചിട്ടുണ്ട്. പ്രധാന കവാടത്തിനരികിൽ പാർക്ക് ചെയ്യാം എന്നത് മാത്രമാണ് പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഴ പെയ്താൽ വെള്ളക്കെട്ടും കുഴികളും നിറയെ ചളിയുമാണ് പ്രീമിയം പാർക്കിംഗിൽ. സാധാരണ നിരക്കിൽ പാർക്ക് ചെയ്യുവാൻ ഇവിടെ അനുവാദമില്ല. അതിന് അകലെയുള്ള പാർക്കിംഗ് ഏരിയയിൽ സ്ഥലം കണ്ടെത്തണം. ബൈക്കിന് അവിടെ 24 മണിക്കൂറിന് 30 രൂപ ഉള്ളപ്പോൾ പ്രധാന കവാടത്തിന് സമീപമുള്ള പ്രീമിയം പാർക്കിംഗിൽ 11 ഇരട്ടിയിലധികം തുകയായ 345 രൂപ നൽകണം. മെയ് മാസത്തിൽ തന്നെ റെയിൽവേ അധികാരികൾക്ക് ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ പരാതി നൽകിയെങ്കിലും മറുപടി പോലും ലഭിച്ചില്ലെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഒരു ദിവസത്തേക്ക് പരമാവധി 30 രൂപയാണ് പാർക്കിങ്ങിന് മേടിച്ചിരുന്നത്. ഇപ്പോൾ പ്രീമിയം പാർക്കിംഗ് ഏരിയ എന്ന് ഒരു ബോർഡ് വെച്ചിട്ട് വലിയ ഒരു തുകയാണ്. അതായത് ബൈക്ക് വെച്ച് കഴിഞ്ഞാല് 24 മണിക്കൂറിന് 345 രൂപ മേടിക്കുന്ന ഒരു സംവിധാനം കഴിഞ്ഞ മാസം മുതൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. സാധാരണ ട്രെയിനിൽ പോകുന്നവര് വളരെ തിരക്ക് പിടിച്ചു പോകുന്നവരായിരിക്കും. അവർ പെട്ടെന്ന് വന്ന് ബൈക്ക് വെച്ച് ട്രെയിനിൽ കയറി പോകേണ്ടവരായിരിക്കും. അവർക്ക് ഇതിനെ കുറിച്ച് പ്രതികരിക്കാനോ സമയം കിട്ടില്ല. ഇത് മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൊള്ള തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷൻ റെയിൽവേ ജനറൽ മാനേജർക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷെ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനെതിരെ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കണം. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ജനങ്ങൾക്ക് സമയബന്ധിതമായി വിവരങ്ങൾ ലഭ്യമാക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണമെന്ന് നിയമം ഉണ്ടെങ്കിലും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരമൊരു ഉദ്യോഗസ്ഥൻ ഇല്ല. അതിനാൽ വിവരാവകാശ നിയമപ്രകാരം റെയിൽവേ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നും ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷൻ യോഗം ചൂണ്ടിക്കാട്ടി. നീതീകരണമില്ലാതെ വർദ്ധിപ്പിച്ച അമിത നിരക്കുകൾ ഉടൻ പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. TCV തൃശൂർ.